അന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്തെങ്കിലും ഒരു അടി കിട്ടും. അല്ല ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ ഈ കോർപ്പറേറ്റ് എംപ്ലോയീസിന് പ്രത്യേകിച്ച് മാർച്ച് മാസം അല്ലെങ്കിൽ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്കൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു വർഷം എന്താ പറയുക പണിയെടുത്തതിൻ്റെ അനാലിസിസ് ഒക്കെ നടക്കുന്നത് ഈ പറയുന്ന ഏപ്രിൽ മാസമൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതായിരിക്കും ഒന്നില്ലെങ്കിൽ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ഇൻക്രിമെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു ഹൈക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ച് നമുക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ കമ്പനി നമ്മളെ ഒന്ന് ചവിട്ടിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടോ, വീഡിയോട്ടപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു അടിപൊളി ഇത് അന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്തെങ്കിലും ഒരു അടി കിട്ടുമെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരുതപ്പെട്ട എല്ലാ എന്താ പറയുക MNCയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആ ഒരു ഇൻക്രിമെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. കുറേ പേർക്ക് നന്നായിരിക്കും, കുറേ പേർക്ക് മോശമായിരിക്കും. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ ഇൻക്രിമെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആണോ? പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി കേട്ടോ, ഒരുപാട് കാലം ഒരു കമ്പനിയിൽ നിൽക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം അല്ലെങ്കിൽ എന്താണ് ദോഷം? മെയിൻലി എല്ലാവരും പറയുന്നത് അതൊരു മോശം പ്രവണതയാണെന്നാണ്. നമ്മളുടെ കരിയർ ഗ്രോത്തോ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം എല്ലാവരും അഭിപ്രായങ്ങൾ ഒരേപോലെയാണോ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.